സൈനിക താവളമുള്ളത്, ഖത്തറിൽ സൈനിക താവളമുണ്ട്. ഇവിടെയെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്ക് സൈനികർക്ക് പ്രത്യേക നിർദ്ദേശം, ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏത് നിമിഷവും ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ ഗൾഫ് രാഷ്ട്രങ്ങളെ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പ്രതിസന്ധി നീണ്ടു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ മേൽ കൂടുതൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള US താവളങ്ങളിൽ ആക്രമണം നടത്താൻ നിർബന്ധിതരാകുമെന്നുള്ള സൂചന ഇറാൻ ഒരു സങ്കീർണത അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് ഈ യുദ്ധം വളരെ വേഗത്തിൽ അവസാനിപ്പിക്കേണ്ട അത്യാവശ്യമുണ്ട്. എന്റെ കൂടെ MCA നാസർ കൂടിയുണ്ട്, മിഡിൽ ഈസ്റ്റ് ന്യൂസ് ഉണ്ട്. MCA, ഇതൊരു വലിയ യുദ്ധമായി വികസിക്കാൻ പോവുകയാണോ? സമവായത്തിന്റെ സാധ്യതകൾ അടയുകയാണോ? ഏറെക്കുറെ ഇന്നലെയും ഇന്ന് രാവിലെയും ഒക്കെ വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പക്ഷേ അല്പം മുമ്പ് ഇസ്രായേലിന് നേർക്ക് നടന്നിരിക്കുന്ന മിസൈൽ ആക്രമണത്തോടുകൂടി ഇസ്രായേൽ സൈനിക നേതൃത്വത്തിന്റെ പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇത്തരം ആക്രമണങ്ങളെ അതിശക്തമായി തന്നെ തങ്ങൾ ചെറുക്കും. അതുകൊണ്ട് വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് തങ്ങളും നീങ്ങുകയാണ്. പ്രധാനമായിട്ടും ഇപ്പോൾ നടന്നിരിക്കുന്ന ആശുപത്രികൾ ഉൾപ്പെടെ ഉള്ളവയ്ക്ക് നേരെ നടന്നിരിക്കുന്ന ആക്രമണങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാട്, കുറെ കൂടി കടുത്ത നിലപാട് സ്വീകരിക്കാൻ തങ്ങളെ പ്രേരിപ്പിക്കുന്നു എന്നാണ് ഇസ്രായേൽ സൈനിക വക്താവിൻ്റെതായിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പ്രസ്താവന. കാരണം നാളെ വിയന്നയിൽ പ്രധാനമായിട്ടും ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യോഗം ചേരുന്നുണ്ട്. ഏതെങ്കിലും അർത്ഥത്തിൽ ഈ സംഘർഷം വ്യാപിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്, ഒരുപക്ഷെ അമേരിക്കയുടെ കൂടി ആശീർവാദത്തോടു കൂടിയാണ് ഈ നിർണായകമായിട്ടുള്ള യോഗം നാളെ വിയന്നയിൽ ചേരുന്നത്. ഈ 3 വൻശക്തി രാജ്യങ്ങളും അമേരിക്കയും ചേർന്നുകൊണ്ട് ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ഉപാധിക്ക് ഇറാൻ വഴങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സംഘർഷം ലഘൂകരിക്കാനുള്ള ഒരു സാധ്യതയുണ്ടാവും. ആ സാധ്യതയെ തകിടം മറിക്കുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ. കാരണം ഇന്ന് രാവിലെ ഇറാന്റെ ഏറ്റവും വലിയ ജല റിസോഴ്സുകൾക്ക് നേരെയാണ് ഇന്നിപ്പോൾ രാവിലെ ആക്രമണം നടന്നിരിക്കുന്നത്. കാരണം നേരത്തെയൊക്കെ സൈനിക ആണവ കേന്ദ്രങ്ങളിൽ മാത്രമായിരുന്നു ഈ ആക്രമണം പരിമിതപ്പെട്ടതെങ്കിൽ ഇപ്പോൾ കുറെ കൂടി വ്യാപ്തിയിലേക്ക് സിവിലിയൻ കേന്ദ്രങ്ങളിലേക്കും അതോടൊപ്പം തന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ട കുടിവെള്ളം ഉൾപ്പെടെയുള്ള അതിന്റെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് കൂടി ആക്രമണങ്ങൾ വ്യാപിക്കുന്നു. തുടർന്ന് ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ ഇസ്രായേലിനെ പോലും ഞെട്ടിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് അല്പം മുമ്പ്, അരമണിക്കൂർ മുമ്പ് ഉണ്ടായിരിക്കുന്നത്. കാരണം സൊറോക്ക ആശുപത്രിയിൽ മാത്രം 1000-ലേറെ സൈനികരാണ്, ഗസയിൽ പരിക്കേറ്റ സൈനികരെയാണ് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആശുപത്രി കെട്ടിടം പൂർണ്ണമായി തന്നെ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. വിഷവാതകം അവിടെ വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ സൈനികരെയും, പരിക്കേറ്റ് കിടക്കുന്ന സൈനികരെ പൂർണ്ണമായിട്ടും അവിടുന്ന് മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബീർഷബയിൽ ചില കെട്ടിടങ്ങൾ പൂർണ്ണമായിട്ടും തകരുകയും അതിൽ നിരവധി പേർക്ക് കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. കാരണം ഇത്രയും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആഘാതം അല്ലെങ്കിൽ ഒരു മിസൈൽ ആക്രമണം ഇസ്രായേൽ ഇന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം പിന്നിട്ട് 2-3 ദിവസങ്ങളിലായി താരതമ്യേന ഇറാൻ അയച്ചുകൊണ്ടിരിക്കുന്ന മിസൈലിന്റെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കണക്കുകൂട്ടലുകൾ എല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ഏറ്റവും ഹൈപ്പർസോണിക് വിഭാഗത്തിൽപ്പെട്ട മിസൈലുകളാണ് ബീർഷബയിൽ, അതോടൊപ്പം തന്നെ സെൻട്രൽ ഇസ്രായേലിൽ, പിന്നെ ും പതിച്ചിരിക്കുന്നത്. അടുത്ത മണിക്കൂറുകൾ വീണ്ടും അതിശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി ഇറാൻ നൽകുന്നപ്പോൾ രണ്ടു കൂട്ടരും വ്യാപകമായിട്ടുള്ള സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് കൂടി കടന്നുകൊണ്ടുള്ള ആക്രമണങ്ങളിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ അർത്ഥം ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു നയതന്ത്ര പ്രശ്നപരിഹാരം, ഇന്നലെ രാത്രിയൊക്കെ അതുമായി ബന്ധപ്പെട്ട വലിയ പ്രതീക്ഷകൾ രൂപപ്പെട്ടിരുന്നു. ആ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ടുള്ള കൂടുതൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക്, കൂടുതൽ അടിസ്ഥാന ഉപാധികളിലേക്ക് ഈ ആക്രമണം നീളുന്നത് തീർച്ചയായിട്ടും വളരെ പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്തും. പക്ഷെ അമേരിക്ക അന്തിമമായിട്ട് തങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കുമെന്ന് സംബന്ധിച്ച് ഇനിയും തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. അമേരിക്കക്കുള്ളിൽ സമ്മർദ്ദമുണ്ട്, അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്മർദ്ദമുണ്ട്. ഗൾഫ് രാജ്യങ്ങളാണ് അതിശക്തമായിട്ടുള്ള ഒരു നിലപാട് ഇക്കാര്യത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം ഇന്നലെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് നേരിട്ട് തന്നെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായി ടെലിഫോണിൽ സംസാരിച്ചു. ഇറാന് പൂർണ്ണ പിന്തുണയാണ് UAE ഉൾപ്പെടെയുള്ള രാജ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം ഇസ്രായേലിന്റെ കടന്നാക്രമണങ്ങളെ ഒരു നിലക്കും തങ്ങൾക്ക് അംഗീകരിക്കാനാവില്ല. പ്രതിസന്ധി പരിഹരിക്കാൻ രമ്യമായ ചർച്ചകളുടെ ഒരു വഴി സ്വീകരിക്കണമെന്നാണ് അമേരിക്കയോടും അതോടൊപ്പം തന്നെ മറ്റു വൻശക്തി രാജ്യങ്ങളോടും UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത്. തങ്ങളുടെ മണ്ണിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഉണ്ട് എന്ന് കരുതി അവിടെ നിന്ന് ഇറാന് നേരെ ഒരു ആക്രമണവും പാടില്ല എന്ന അസന്നിഗ്ധമായിട്ടുള്ള നിലപാടും ബഹ്റൈൻ, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇനി അമേരിക്ക പ്രത്യക്ഷമായിട്ട് രംഗത്ത് വന്നാൽ പോലും ഈ കേന്ദ്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെതിരെ
ഇസ്രായേലിനെതിരെ ഒരു ആക്രമണം നടത്തുക എന്നത് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. മറ്റേതെങ്കിലും ബദൽ സംവിധാനങ്ങൾ അവർ കാണേണ്ടി വരും. പ്രത്യേകിച്ച് ഇന്ത്യൻ സമുദ്രവുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളോ മറ്റോ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇറാനെതിരായിട്ടുള്ള ഒരു വ്യാപക ആക്രമണത്തിലേക്ക് അമേരിക്കക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇപ്പോൾ അമേരിക്ക നേരിടുന്ന ഒരു പ്രതിസന്ധി. പക്ഷേ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത് അടുത്ത ഘട്ടത്തിൽ തന്നെ അമേരിക്കയുടെ ഒരു പങ്കാളിത്തം ഉണ്ടാകും. കാരണം തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ കുറവുണ്ട്. അതോടൊപ്പം തന്നെ ഇറാന്റെ ഭാഗത്തുനിന്ന് അവർ പ്രതീക്ഷിച്ചത് തങ്ങൾ നടത്തിയ ആക്രമണത്തിലോടുകൂടി ഇറാന്റെ മിസൈൽ അയക്കാനുള്ള ശേഷി പരമാവധി കുറച്ചുകൊണ്ടുവരാൻ സാധിച്ചു. റോക്കറ്റ് ലോഞ്ചറുകളും മറ്റും നിരവധി തകർത്ത ഒരു സാഹചര്യത്തിൽ ഇറാന് ആ അർത്ഥത്തിലുള്ള ഒരു ഒഫൻസീവായിട്ടുള്ള നീക്കങ്ങൾ ഇനി അധികം നടത്താൻ പറ്റില്ല എന്നൊരു കണക്കുകൂട്ടലായിരുന്നു ഇന്നലെ രാത്രി വരെ. പക്ഷെ അത് പൂർണ്ണമായിട്ടും തകിടം മറിച്ചുകൊണ്ടാണ് ഇന്നിപ്പം ബീർഷബയിലേക്ക് സെൻട്രൽ ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലേക്ക് അതോടൊപ്പം തന്നെ അധിനിവിഷ്ട പ്രദേശങ്ങളിലേക്കൊക്കെയും ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കാരണം